തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ഡയറ്റ്, വർക്കൗട്ട്, അതിനോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഹോം റെമഡീസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പേരയില കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സുകൾ, ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏറെയുള്ള ഒന്നാണ് പേരക്ക. അതിലേറെ ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് പേരയില എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ധാരാളം പേരയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പം വെയിറ്റ് ഗെയിൻ ബുദ്ധിമുട്ടുകൾ, ഫാറ്റി ലിവറിൻ്റെ കാരണമായിട്ട് നമുക്ക് ശരീരത്തിൽ നീര് വയ്ക്കുക, അല്ലെങ്കിൽ PCOD ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് ശരീരത്തിൽ വണ്ണം കൂടുക, തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, അങ്ങനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു മെയിൻ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും നീർക്കെട്ടുകളും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പോളിഫിനോൾ കണ്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ കുറച്ചുകൊണ്ടിരിക്കുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഡയബറ്റിസ്, ഫാറ്റി ലിവർ, ഒരുവിധം മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൺട്രോൾ ചെയ്ത് വരാവുന്നതാണ്. അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഫൈബർ ക്വാളിറ്റി ഉണ്ട്. പേരക്ക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്രോട്ടീൻസും ഫൈബേഴ്സും ഹെൽത്തി ഫാറ്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കൊളസ്ട്രോൾ, എസ്പെഷ്യലി ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ, ട്രൈഗ്ലിസറൈഡ്, VLDL കൊളസ്ട്രോൾ വേരിയേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന്, അതായത് ശരീരഭാരം നിയന്ത്രിക്കാനും ഈ കുടവയറ്, ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഹാർട്ട് ഫങ്ഷനിങ് വളരെ രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ശരീരത്തിൽ ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാനും നല്ല കൊഴുപ്പിനെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ, അതായത് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഓറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ ജസ്റ്റ് ഒന്ന് ഒരു തളിരില നന്നായിട്ട് വായിലിട്ട് ചവച്ചരച്ച് തുപ്പിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു തളിരില മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. അത് ഇൻഡൈജഷൻ ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ്, ബ്ലോട്ടിങ്, അതായത് എന്തെങ്കിലും അസിഡിറ്റി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആണ്. ഓറൽ ഹൈജീൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള തളിരല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അതായത് മോണയ്ക്കകത്തുള്ള ഇൻഫ്ലമേഷൻസ്, ജിഞ്ചിവൈറ്റിസ് പ്രശ്നങ്ങൾ, പല്ലിനുണ്ടാവുന്ന കേട്, പുഴുപ്പല്ല് ബുദ്ധിമുട്ടുകളൊക്കെ ഹെൽപ്ഫുൾ ആണ്. അതിനൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ഇത് വളരെ രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരീരത്തിലുണ്ടാവുന്ന ഈ പറഞ്ഞിട്ടുള്ള ചീത്ത കൊഴുപ്പുകളെ റെഡ്യൂസ് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയബറ്റിസ്, ഫാറ്റി ലിവർ ബുദ്ധിമുട്ടുകൾ, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സിവിയർ ആയിട്ടുള്ള ഹെയർ ഫാൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻസും ക്ലിയർ ആവുന്നതാണ്. ഡാൻഡ്രഫും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. റെസ്പിറേറ്ററി കംപ്ലയിൻസ്, എസ്പെഷ്യലി ബ്രോങ്കൈറ്റിസ്, അതേപോലെ തന്നെ ബ്രോങ്കിയക്ടാസിസ് പോലത്തെ ഇത്തരം റെസ്പിറേറ്ററി കംപ്ലയിൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഈ കഫം കുടുങ്ങിക്കിടക്കുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കഫം തുപ്പിപ്പോവാനുള്ള ഭയങ്കര ഒരു ഒബ്സ്ട്രക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കഫം ഇളക്കാൻ സഹായിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള പേരയില സഹായിക്കുന്നതാണ്. അതേപോലെ പുരുഷന്മാരിൽ എന്തെങ്കിലും ഇൻഫെർട്ടിലിറ്റി ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സ്പേം കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, സ്പേം മോട്ടിലിറ്റി പ്രശ്നങ്ങൾ, ബീജത്തിന് എന്തെങ്കിലും അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പരിധിവരെ അതിൻ്റെ മോട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും കൗണ്ട് കൂട്ടിയെടുക്കാനും ഹെൽപ്ഫുൾ ആണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ, ത്രോംബോസൈറ്റോപീനിയ പോലത്തെ ഇത്തരം കണ്ടീഷൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെയിൻ ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ഒരു മെയിൻ ഘടകമാണ് ഈ പറഞ്ഞിട്ടുള്ള പേരയില. അപ്പം ഈ ഡെങ്കു കേസസുള്ള ആളുകൾക്കൊക്കെ ആയാലും പേരയില കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. സിവിയർ ആയിട്ടുള്ള ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഹെയർ ഫാൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു തളിരില നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ ആൻറ്റി സെപ്റ്റിക് പ്രോപ്പർട്ടി ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ സ്കിന്നിലുണ്ടാവുന്ന മുറിവുകൾ, സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻസ്, അതിനൊക്കെ ഒരു പരിധി വരെ അത്തരം പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരുന്നതാണ്. ഈ സ്കിന്നിലൊക്കെ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടാൻ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റബിലിറ്റി, പിഗ്മെൻറ്റേഷൻസ്, ഡ്രൈനെസ് ഒക്കെ ഒരു പരിധി വരെ ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെ
ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഡെയിലി ബേസിസിൽ കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മോണയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതാണ്. ദെൻ റെസ്പിറേറ്ററി കംപ്ലയിൻസ് ക്ലിയർ ആവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സിവിയർ ആയിട്ടുള്ള സൈനസൈറ്റിസ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള പേരയില ഒരു ഓൾട്ടർനേറ്റ് ബേസിസിൽ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. ഷുഗർ ഷൂട്ട് ചെയ്തിട്ടുള്ള കേസസിലൊക്കെ ആയാലും ഫാസ്റ്റിംഗ് ഷുഗറൊക്കെ ഒന്ന് നോർമലാക്കാനും HbA1c നോർമലാക്കാനും ഈ പറഞ്ഞിട്ടുള്ള പേരയില വളരെ രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്തായാലും ഒരു ഹോം റെമഡി എന്നുള്ള രീതിയിൽ മാത്രം ഈ പറഞ്ഞിട്ടുള്ള പേരയിലേനെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പക്ഷെ നിങ്ങൾക്ക് പേരൊക്കെ ഡെയിലി ബേസിസിലൊക്കെ കഴിക്കാം. കാരണം ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ അത് ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്